ഹലോ ഗായ്സ്, അപ്പം ഇന്നൊരു വാട്ടൈറ്റ് ഡേ ആണ്. വിഷുവിൻ്റെ ആ ഡേ ത്രൂട്ടിന് എന്താ കഴിച്ചെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോണത്. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് 8:30 ആകുമ്പോഴത്തേക്ക് ഇഡലി സാമ്പാറാണ് കഴിക്കുന്നത്. അതിന് ഇഡലിയുടെ ഇങ്ങനെ ഒരു കഷ്ണം പൊട്ടിച്ചെടുത്തെങ്കിൽ സാമ്പാർ നമുക്ക് കഴിക്കാൻ പ്രത്യേക വൈബ് തന്നെയാണ്. നിങ്ങൾക്ക് അത് ഇഷ്ടമാണോ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. വിഷു പോലത്തെ സ്പെഷ്യൽ ഡേയ്സിന് കുറച്ച് പായസവും വേറെ എക്സ്ട്രാ ഫുഡ്സ് ഒക്കെ ഉണ്ടെങ്കിലും ഒരു ദിവസം ഫ്രൂട്ട് മിസ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഒരു മിഡ് ഡേ സ്നാക്ക് അല്ലെങ്കിൽ ബ്രഞ്ചായിട്ട് 11 മണിക്ക് ആകുമ്പോഴത്തേക്ക് കുറച്ച് കുരുവില്ലാത്ത പച്ചക്കളറിലെ മുന്തിരിയാണ് കഴിക്കുന്നത്, ഫ്രഷ് ആയിട്ടുള്ളത്. വിഷു അങ്ങനത്തെ സ്പെഷ്യൽ ഡേയ്സിൻ്റെ മെയിൻ അട്രാക്ഷൻ ലഞ്ചായിരിക്കുമല്ലോ. നല്ല ഇലയിട്ട് അതിനകത്ത് ചോറും ഒരു 9-10 ടൈപ്പ് കറികളും പിന്നെ പപ്പടവും പഴവും പായസവും കൂടെ കൂട്ടി കഴിക്കാൻ പ്രത്യേക വൈബ് തന്നെയാണ്. നമ്മുടെ മെയിൻ അട്രാക്ഷൻ്റെ ഫുഡ് തന്നെയാണ്. ചോറുണ്ട്, സാമ്പാറുണ്ട്, കാളൻ, പിന്നെ ബീട്രൂട്ട് ചെടി, അച്ചാർ, പച്ചടി, അവിയൽ, സ്റ്റൂവ്, തോരൻ, പിന്നെ കൂട്ടുകറി, പപ്പടം, പിന്നെ പഴമുണ്ട്, 2 ടൈപ്പ് പായസമുണ്ട്, സേമിയ പായസമുണ്ട്, പിന്നെ പരിപ്പ് പായസമുണ്ട്. ഇത്രയൊക്കെയാണ് ഈ മെയിൻ നമ്മുടെ വെയിറ്റ് ചെയ്യുന്നത്. സദ്യ കഴിക്കാൻ വേണ്ടിയാണ് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യണത്. എനിക്കതാണ് മെയിൻ എക്സൈറ്റ്മെൻറ്റ്. സദ്യ കഴിക്കാനാണ്. ഇത്തരം കറിയെ കൂട്ടി കഴിയില്ല. സദ്യ കഴിച്ചതിന് പിന്നെ ഈ പരിപ്പ് പായസമാണ് ആദ്യം പപ്പടവും പഴം കൂടി ഇട്ടിങ്ങനെ മിക്സ് ചെയ്ത് അതും കൂടി കഴിച്ചായിരുന്നു. ആ സെയിം ഇല തന്നെ അത് കഴിക്കാനായിട്ട് അതും കൂടി കഴിച്ചാൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ വരുള്ളൂ. മൂന്നും കൂടി മിക്സ് ചെയ്യണം, പപ്പടവും പഴം പായസം. പായസം കുടിച്ചതിന് ആ സെയിം ഇല തന്നെ സേമിയ പായസം കുടിച്ചായിരുന്നു. അത് അതിനകത്ത് ഇതുപോലെ തന്നെ പഴവും പപ്പടവും മിക്സ് ചെയ്താണ് കഴിക്കുന്നത്. കൂടുതലും ഞാൻ കറുത്ത കളറിലെ പായസങ്ങളാണ് കൂടുതലും ഓപ്റ്റ് ചെയ്യണത്. 1 മണിക്കത്തെ ലഞ്ച് കഴിക്കാൻ 1:30 കഴിഞ്ഞ് അത്യാവശ്യം ഹെവി ആയി പോയി. അത്യാവശ്യം നന്നായിട്ട് ഹെവി ആയി. രാത്രി ഡിന്നർ ഒരു 7 മണിക്ക് എപ്പോഴാണ് കഴിക്കുന്നത്. അതിന് ചോറും ഈ ഉച്ചത്തെ കുറച്ച് കറികളൊക്കെ തന്നെയാണ്. സാമ്പാറുണ്ട്, അവിയലുണ്ട്, പിന്നെ പച്ചടി ഉണ്ട്, കൂട്ടുകറിയുണ്ട്. ഇത്രയൊക്കെയാണ് ഇന്ന് സാധാരണ ദിവസങ്ങളെക്കാളും കുറച്ചും കൂടി ഹെവി ആയി. അത് കഴിഞ്ഞപ്പോൾ ഇത്തിരി പായസം കൂടി കുടിച്ചായിരുന്നു. രാത്രി ആയതുകൊണ്ട് അത്രയും ഹെവി ആക്കാണ്ടെന്ന് ഓർത്ത് എന്നാലും കുറച്ച് കഴിച്ചു. നമ്മൾ സ്പെഷ്യൽ ഒക്കേഷൻസിലൊക്കെ ഇത്രയും കഴിക്കുള്ളൂ. പിന്നെ ഇത്രയൊക്കെ കഴിച്ചിട്ടുള്ളൂ.